ഈ സൈസ് സാധനമാണ് 650 റുപ്യ കൊടുക്കണത്. കണ്ട ചൂടോടെ കൊണ്ടുപോവാ. ജനങ്ങൾ വരിക്ക് നിക്കാണ് സാധനം കിട്ടാണ്ട് വരിക്ക് നിൽക്കേണ്ട ആൾക്കാർ ഇവിടെ വരിക്കണം കൊണ്ടാ. എന്നാലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ഇവിടെ കിലോ 650. വേറെ എവിടെയും കിട്ടൂല. അത്രയ്ക്കും ജനങ്ങളെ തിരക്കാണ്. ഓരോ സെക്ഷനിലും വമ്പം തിരക്ക്. കാല് കുത്താൻ സ്ഥലമില്ല, അത്രയും തിരക്കാണ്. ഇറച്ചിക്കാരൻ നമ്മളെ സ്നേഹിതന്റെ ഇവിടെ ഇറച്ചി വെക്കണേ, അവന്റെ അടുത്ത് 225 റുപ്യ എനിക്ക് കൊടുത്താൽ മതി. ലാഭം 250 കൊടുക്കേണ്ടവന്. പുറത്ത് കൊടുക്കാൻ 250. നിങ്ങൾക്ക് 225. നമ്മളെ സ്നേഹിതനാണ്, ഏറ്റവും വലിയ സ്നേഹിതനാണ്. 300. ആ സാധനം ഇവിടെ എത്ര രൂപ കിട്ടും? 250 കിട്ടും. അതാണ് ഇക്കണ്ട ജനങ്ങളെ തിരക്ക്. നല്ലേ നിങ്ങളെ അടിപൊളിയാണ്. നിങ്ങളെ അഭിപ്രായം നല്ല അഭിപ്രായമാണ്. ഉമ്മ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇവിടുത്തെ കച്ചവടത്തിനെ പറ്റിയിട്ട്? നല്ല തന്നെ. ഇത് പോരാ, വേറെന്തല്ലേ? നഷ്ടം പറ്റിയാലും കുഴപ്പമില്ല. ആൾക്കാരെ മനസ്സ് അറിയണം. ആ മുഖത്തെ ചിരിയും വേണം. അതാണ് വേണ്ടത് നമുക്ക്. അതാണ്. കണ്ടാ ഇവിടെയും ഭയങ്കര തിരക്കാണ്. കണ്ടാ ചിക്കൻ നന്നാക്കുന്ന ആളുകൾ എല്ലായിടത്തും തിരക്കാണ് ഇവിടെ വരുന്നത്. ജനങ്ങളെ കൊണ്ട് നിറഞ്ഞെടുക്കുന്നു. ഇത്രയും ആൾക്കാർക്ക് കൊടുക്കാനുള്ള സാധനം തികയെന്നുള്ള കാര്യത്തിലാണ് സംശയം. അത്രയും ജനങ്ങളാണുള്ളത്. 250 റുപ്യാണ് ബീഫിന്റെ റേറ്റ്. 250. കുഞ്ഞിക്കാക്ക നിങ്ങൾ പറയും ഇവിടുത്തെ എന്തെങ്കിലും അഭിപ്രായം പറയും. നല്ലതാണ്, അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. വേറെ എവിടെ കിട്ടൂലേ? വേറെ എവിടെ കിട്ടും? ഇവിടെയും വമ്പൻ തിരക്കാണ്. കണ്ടല്ലേ, അത്രയും തിരക്കാണ് ഇവിടെ. ഈ ആളുകളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ്. അത്രയും തിരക്കാണ്. ഇക്കന്ന തുടങ്ങല്ലേ, പരിപാടി തുടങ്ങല്ല. അതന്നെ ആർക്കാ വേണ്ട വെച്ചാൽ മേം മേടിച്ചോളി. സാധനം 2-3 ഉള്ളൂ, പെട്ടെന്ന് കഴിയും. തിക്കണ്ട, തിരക്കണ്ട, തല്ലൂടണ്ട. ഈ ഇത്രയും ആളുകളാണ് ഇപ്പോൾ ഈ മട്ടൻ മേടിക്കാൻ വേണ്ടി വന്നിട്ട്. തിരക്കാണ് ഈ കാണുന്നത്. കിലോ 650 രൂപയായിട്ടാണ് മട്ടൻ കൊടുക്കുന്നത്. എന്താ ഓരോരുത്തർക്ക് ലിമിറ്റ് ഉണ്ടാക്ക പെരുന്നാളായിട്ട് ഓരോ കിലോ, അതിൽ കൂടുതൽ കിട്ടൂല. വന്നവരൊക്കെ നമുക്ക് കൊടുക്കണം അല്ലേ? അവിടെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഓരോ കിലോ വെച്ചാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇത്രയും ആൾക്കാർ വരിക്ക് നിൽക്കുന്നുണ്ടായി ഇറച്ചി മേടിക്കാനായിട്ട്. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 650 റുപ്യായിട്ടാണ്. കണ്ട ഈ കാണുന്ന മട്ടനൊക്കെ കൊടുക്കുന്നത് 650 റുപ്യായിട്ടാണ് കിലോനായിട്ട് കൊടുക്കുന്നത്. വില കൂട്ടി വിൽക്കുന്ന പരിപാടി ഇവിടെ ഇല്ലല്ലേ? ആ പരിപാടി ഇവിടെ ഇല്ല. അതാണ് ഏത് സൈസിൽ വേണമെന്ന് പറഞ്ഞാൽ അതേപോലെ കട്ട് ചെയ്തുകൊണ്ട് കൊടുക്കും അല്ലേ നമ്മള്? അതാണ്. അപ്പോൾ ചന്തയുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പുത്തനത്താണിന്ന് തിരൂർക്ക് പോകുമ്പോൾ കൽപ്പകഞ്ചേരി ചന്ത. എല്ലാ ചൊവ്വാഴ്ചയാണ് ചന്തയുള്ളത്.